നീ ഏതായാലും പ്രതിഭയെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നന്നായി. ഇനിയിപ്പോ രാവിലെ പോകാൻ നേരം വെപ്രാളം പിടിച്ച് ഇവളുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അമ്മേ വൈകിട്ട് ജോലി കഴിഞ്ഞപ്പോ പ്രതിഭയുടെ വീട്ടിൽ പോയി ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എല്ലാം പാക്ക് ചെയ്തില്ലേ പ്രതിഭ? അതൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ റെഡിയാക്കി. അത് നന്നായി. ഇനി രാത്രിയിൽ കഷ്ടപ്പെടണ്ടല്ലോ. എല്ലാം കൊള്ളാം. പക്ഷെ മുന്നിൽ നിൽക്കേണ്ട ഇന്ദ്രൻ ഇതുവരെ വന്നില്ലല്ലോ. എടാ, ഇനിയിപ്പോ അവൻ യാത്ര വേണ്ടെന്ന് വെച്ച് കാണൂ. ടൂറ് പോവാൻ ഇന്ദ്രേട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയിരിക്കും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അത് സത്യം പറഞ്ഞ ശരിയാ. എന്തായാലും വാക്കിന് വിലയുള്ള ആള് തന്നെയാ ഇന്ദ്രേട്ടൻ. അത് പണ്ട്. ഇപ്പൊ അവനെ ഭാര്യ വീട്ടുകാരുടെ അടിമയാ. അവറ്റകളുടെ കൂടെ കൂടി പെരുമാറുന്നതിനൊക്കെ ഒരു സ്ഥിരതയില്ലാതായി. അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇത്രയും താമസിച്ചു വരുവോ? എന്റെ അമ്മേ, നാളെ പോകേണ്ടതുകൊണ്ട് ഇന്ദ്രേട്ടന് കടയില് എന്തെങ്കിലുമൊക്കെ ജോലി കൂടുതൽ കാണുമായിരിക്കും. അതാ. അല്ലാതെ അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല. നീയൊക്കെ സ്വന്തം അമ്മയെ കുറ്റപ്പെടുത്തിട്ട് അവനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചോ? അവസാനേ അനുഭവം വരും. അപ്പൊ അമ്മ പറയുന്നതാണ് ശരിയെന്ന് എന്റെ മക്കൾക്കും മരുമക്കൾക്കും മനസ്സിലായിക്കോളും. ഇന്ദ്രനെ മാറ്റിയെടുക്കുന്ന മുഴുവൻ അവളാ അനുപമ. അവളുടെ തലയണ മന്ത്രം കാരണോ അവൻ കുടുംബസ്നേഹം ഇല്ലാത്തവനായി ഇങ്ങനെ മാറുന്നത്. ചിലപ്പോ എല്ലാവരും ഒന്നിച്ച് യാത്ര പോണമെന്നൊക്കെ ഇന്ദ്രന് ആഗ്രഹം കാണും. പക്ഷെ അവക്കതില്ല. അവക്ക് ഇന്ദ്രനും അവളുടെ കുഞ്ഞും മാത്രമുള്ളൊരു ജീവിതമാണ് ആ നാശം പിടിച്ചവൾ ആഗ്രഹിക്കുന്നത്. അനുചേച്ചി അങ്ങനെ സ്വാർത്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഒരു കാര്യത്തിലും വേർതിരിവ് കാണിക്കാതെ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ഏട്ടത്തി കാണുന്നെ. അതൊക്കെ അവളുടെ അഭിനയോ. അഭിനയിച്ച ആൾക്കാരെ കയ്യിലെടുക്കാനേ അവൾക്കും അവളുടെ സഹോദരങ്ങൾക്കും വലിയ കഴിവാ. അമ്മേ, വെറുതെ ഇരിക്കുന്നവരെ അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഓഹോ, അവളുടെ അനിയത്തിമാരെ പറഞ്ഞാൽ നിനക്ക് സുഖിക്കില്ലല്ലോ. ആ കാര്യം ഞാൻ അങ്ങ് മറന്നു. അമ്മേ വേണ്ട, വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കല്ലേ. ആഹാരത്തിന് മുന്നിലിരുന്ന് നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കും. അനുചേച്ചി എവിടെ? കഴിക്കാൻ വന്നില്ലല്ലോ. ഞാൻ വിളിച്ചതാ. ഏട്ടത്തി ഏട്ടൻ വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. അവക്ക് നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂടുന്നതിന് യാതൊരു താല്പര്യവും ഇല്ല. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭർത്താവ് വന്നിട്ട് കഴിക്കാന്ന് പറയുന്നത് തെറ്റാണോ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നീ ഒന്നും പറയണ്ട. ആളുകളുടെ നന്മയൊന്നും കാണാതെ കുറ്റം മാത്രം പറയുന്നൊരു പ്രത്യേക സ്വഭാവം എന്റെ അമ്മയ്ക്ക്. അല്ലെങ്കിലും മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടല്ലേ തോന്നുള്ളൂ. അത് തന്നെ കാര്യം. ഇരുന്ന് ചരക്കാതെ വേണേ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. അവൻ എന്നെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. കഴിക്ക് സത്യേട്ട. ഇന്ദ്രേട്ടൻ എന്താ ഇതുവരെ വരാത്തത്? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ഇതെന്താ രഘുവേട്ടന്റെ കാറ്? രഘു വല്ലാത്തൊരവസ്ഥയില. ഇന്ന് കുറെ അലഞ്ഞിട്ടാ രഘുവിനെ കണ്ടെത്തിയത്. അവസാനം രഘുവിനെ പഞ്ചരത്നത്തിൽ കൊണ്ടാക്കി. തിരിച്ചു വരാൻ നേരം അച്ഛനും അമ്മയൊക്കെ വണ്ടി കൊണ്ടുപോയിക്കണം പറഞ്ഞു. പിന്നെ യാത്രയ്ക്ക് ഇത് തന്നെ ഉപയോഗിക്കാന്ന് പറഞ്ഞു. രഘുവേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധമില്ലാത്ത അവസ്ഥ. എല്ലാം അവസാനിപ്പിച്ച പോലത്തെ കുടിയാ കുടിക്കുന്നത്. ഈശ്വര,
എന്തൊരു കഷ്ടായത്. ഓഹോ, ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞ് നീ ഇങ്ങ് എത്തിയോ? അല്ല, എന്താ ഇത്ര നേരത്തെ ഇങ്ങ് പോന്നത്? നാളെ പോകാൻ തീരുമാനിച്ച ടൂറും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാ മതിയായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്താ അമ്മേ?